ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാത്രികാലം പ്രിയപ്പെട്ട ഒന്നിച്ചുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തന്ന വിലപ്പെട്ട കൃപയോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ശേഷിച്ച് കർത്താവിൻ്റെ ലീലദാസും കുടുംബമായിട്ട് ഇന്ന് വന്ന് സംബന്ധിപ്പാനും നമുക്കൊന്നിച്ച് കൂട്ടായ്മ വെപ്പാനും കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇവിടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പുതുതായിട്ട് കടന്നു വന്ന എല്ലാവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പ്രിയ ഷൈൻ്റെ ഭവനത്തിൽ ഞാൻ ഇതിനു മുമ്പൊന്ന് വന്നിട്ടുണ്ട്. പക്ഷേ ഈ പുതിയ വീട് മേടിച്ച പിന്നെ ആദ്യമായിട്ടാണ് കൂട്ടായ്മയുടെ നമുക്ക് നടക്കാനിടയായി. എനിക്ക് വരാനിടയായി. ഞാൻ ഇവിടെ ഓർത്തിരുന്നപ്പോൾ ഷൈൻ്റെ പിതാവിനെ ഞാൻ ഓർത്തു. കർത്താവിൻ്റെ വഴിയിൽ അധ്വാനിച്ച കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ നിത്യതയിലാണ്. പ്രിയ മാതാവിനെ ഓർത്തു. ഞങ്ങൾക്ക് കഴിഞ്ഞ കാലത്ത് തന്ന കൂട്ടായ്മയെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധി അനുഗ്രഹിക്കുമാണ്. കർത്താവിൻ്റെ ദാസന് കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞു, നമ്മളിത് ബൈബിൾ ക്ലാസ് ആയിട്ട് എടുക്കണം, പല കാര്യങ്ങളും വചനത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ശരിയാ, നമ്മുടെ ഒരു ബൈബിൾ സ്റ്റഡി പോലെ ആകാം എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് നമ്മൾ സാധാരണ എഴുന്നേറ്റ് നിന്നാണ് സംസാരിക്കുന്നത് അല്ലേ? എന്നാൽ പ്രായമൊക്കെ മാത്രമല്ല, സ്തോത്രം, ഞാനൊരു വേദഭാഗങ്ങൾ വായിച്ചേൽപ്പിക്കാം. നമുക്ക് പലപ്പോഴും സംശയം തോന്നും, നിന്നോട്ട് പ്രസംഗിക്കണമെന്ന് തോന്നും അല്ലേ? എന്നാലേ ഞാനൊരു വേദഭാഗത്തിന് കാണിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം, ലൂക്ക് ചാപ്റ്റർ 4 അതിന്റെ 16 തൊട്ട് വായിച്ച് 16 തൊട്ട് വായിച്ച്. അവൻ വളർന്ന നസ്രയത്തിൽ വന്ന് ശബ്ദത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാണ്. അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്ന സ്ഥലങ്ങൾ. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ടിരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും അപ്പം ഇത് കർത്താവിനെ കുറിച്ചാണ് ഈ യെശയ്യാ പറഞ്ഞിരിക്കുന്ന കാര്യം മുഴുവൻ. അത് വായിച്ച ശേഷം പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നിട്ടാണ് കർത്താവ് അവിടെ പിന്നെ സംസാരിച്ചത്. ഞാൻ പറഞ്ഞത്, ഇരുന്ന് സംസാരിച്ചാലും നമുക്ക് പതിവുള്ള നിന്ന് സംസാരിച്ചില്ലേ, ഓ ഒന്നുമില്ലല്ലോ എന്ന് ചിലപ്പോൾ തോന്നുമല്ലേ? അങ്ങനെയല്ല, ചിലപ്പോൾ ഇരുന്ന് സംസാരിക്കും. ഞാനോട് കണ്ട് പശുക്കെ പ്രസാദ പ്രായമായപ്പോൾ കസലിൽ ഇരുന്നാലും സംസാരിക്കും. അനേകർ കേൾക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇരുന്നാലും വചനത്തിനൊരു മാറ്റം ഒന്നുമില്ല. അപ്പോ ഈ വചനം നമ്മളോട് ഇടപെടണം. നമുക്ക് പല കാര്യങ്ങൾക്കും പരിജ്ഞാനം ആവശ്യമാണ് ദൈവമക്കൾക്ക്. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിലൂടെ അടിസ്ഥാനം നമുക്ക് ലഭിക്കണം. അതാണ് പ്രധാനപ്പെട്ടത്. ആ അടിസ്ഥാനത്തിൽ നിന്നില്ലെങ്കിൽ നമ്മുടെ പണി ശരിയാകില്ല. കാരണം അടിസ്ഥാനം എങ്ങനെയാണോ അങ്ങനെയാണ് പണി നടക്കേണ്ടത്. ഇപ്പൊ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമ്മുടെ പണി ശ്രേഷ്ഠമേതായിരിക്കും, അത് നിലനിൽക്കുന്നതായിരിക്കും. അല്ല എങ്കിൽ സ്തോത്രം, പ്രശ്നങ്ങൾ വരുമ്പോൾ ആടിപ്പോവാനായിട്ട് സാധ്യതയുണ്ട്. ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സബ്ജക്റ്റ് വളരെ
ലളിതമായിട്ട് പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 14 അധ്യായം 40 chapter 40 എൻ്റെ ഫസ്റ്റ് വേർഡ് ഒന്നാമത്തെ വാക്യം മാത്രം. പരീക്ഷപ്രമാണികളിൽ ഒരുത്തന്റെ വീട്ടിൽ അവൻ ഭക്ഷണം കഴിക്കാൻ ശബത്തിൽ ചെന്നപ്പോൾ അവർ അവനെ ഉറ്റുനോക്കിക്കൊണ്ടു. മതി. പരീക്ഷ പ്രമാണികളിൽ ഒരുത്തന്റെ വീട്ടിലെ കർത്താവിനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. അവൻ പോയി. പരീക്ഷനാളിലും കൊള്ളാം. അതുപോലെ ചുങ്കക്കാരൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. കർത്താവിന് എവിടെ പോകുന്നതിന് ഇവിടെ ചെന്നപ്പോൾ അത് ശബത്തിലാണ്. എന്നാൽ ചെന്നപ്പോൾ അവനെ ഉറ്റുനോക്കി. വാച്ച് ചെയ്തെന്ന ഇംഗ്ലീഷിൽ വാച്ച് ചെയ്യുക. അപ്പൊ കർത്താവിനെ എന്നെ വാച്ച് ചെയ്യുന്ന ഭക്ഷണത്തിന് ഇടിച്ചിട്ട് വാച്ച് ചെയ്യുന്നതിന് ഉണ്ട്. ശബത്തിനെ ലംഘിക്കുമോ, ശബത്ത് ആചരണത്തെ ലംഘിക്കുമോ എന്നൊക്കെ ഈ പരീശന്മാരുടെ ഹൃദയത്തിലുണ്ട്. അവർക്ക് ശബത്ത് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. എന്നാൽ ഇതുകൊണ്ടാണ് അവർ കർത്താവിനെ ഉറ്റുനോക്കി വാച്ച് ചെയ്യുന്നത്. എന്നിട്ട് അടുത്ത വാക്യം വായിക്കുമ്പോൾ കാണാം, അവിടെ ആരുണ്ടായിരുന്നു? മഹോദരമുള്ളൊരു മനുഷ്യന്റെ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. യേശു ന്യായശാസ്ത്രിമാരോടും പരീശന്മാരോടും ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചു. കാണണം. Is it lawful to heal on the Sabbath? ശബത്തില് സൗഖ്യമാക്കുന്നത് ലോഫുള്ളാണോ? സ്തോത്രം എന്ന് ചോദിച്ചു. കാരണം സൗഖ്യമാക്കുന്നതിന് മുമ്പ് തന്നെ ചോദിച്ചു. സ്തോത്രം ലോഫുള്ളാണോ? കാരണം ഇവരുടെ ഹൃദയത്തിരിപ്പുണ്ട് ഇത് ലോഫുൾ അല്ല. അതുകൊണ്ടാണ് കർത്താവിന് നമ്മുടെ ഹൃദയം നല്ലോണം അറിയാം. അതുകൊണ്ട് കർത്താവ് ചോദിക്കാണ്, എന്ത് പറഞ്ഞവരെ എന്ത് പറഞ്ഞു അവരും കർത്താവ് എന്ത് പറഞ്ഞു? അടുത്ത വാക്യം, അവനെ തൊട്ട് സൗഖ്യമാണ്. അടുത്തായി പിന്നെ നിങ്ങൾ ഒരുത്തന് മകനോ കാളയോ, ഇംഗ്ലീഷിൽ ഡോങ്കി നായല്ലേ, ഡോങ്കി നായ, കാളയോ ശബത്ത് നാളില് കിണറ്റിൽ വീണാല് അവനെ ക്ഷണത്തിൽ വലിച്ചെടുക്കുകയില്ല. എന്നാ ക്ഷണത്തിൽ വലിച്ചെടുക്കുന്നു പറഞ്ഞു? കാരണം വെള്ളത്തിൽ പോയാൽ അത്തുപോകും. അതുകൊണ്ട് പെട്ടെന്ന് വലിച്ചെടുക്കും. കാരണം ജീവനെ രക്ഷിക്കുക. ഈ വ്യക്തി മഹോദരമുള്ള വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ജീവനാ പ്രധാനം. അതുകൊണ്ടാണ് കർത്താവ് സൗഖ്യമാക്കിയത്. അപ്പൊ നമ്മുടെ ജീവൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സ്തോത്രം. അപ്പം ആ ജീവനുമായിട്ടുള്ള ബന്ധമാണ് യേശുക്രിസ്തു. അല്ലാതെ ഈ ശബത്ത് എന്ന് പറഞ്ഞ സ്തോത്രം, ആ നിയമം, സ്തോത്രം, ആ നിയമത്തെ കയറി പിടിച്ചിട്ട് അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ജീവൻ. നമ്മൾ ചില നിയമങ്ങളാണ് എപ്പോഴും പിടിച്ചോണ്ടിരിക്കുന്നത്. നിയമമല്ല, എന്നാ ദൈവസ്നേഹമോ ദൈവിക ജീവനോ ദൈവിക കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ട് കളഞ്ഞിട്ട് നമ്മൾ ചില നിയമങ്ങൾ, ചില കാര്യങ്ങളാണ് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത്. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ്. ദൈവത്തിന്റെ നാമത്തിന് മാത്രമുണ്ട്. ഇവിടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളുടെ നിലവാരങ്ങൾ അറിയാം. സ്തോത്രം. അടുത്ത കാര്യങ്ങൾ നമുക്ക് ഈ അധ്യായം മുഴുവൻ ചിന്തിക്കുന്നതിന് വേണ്ടിയാണ്. സ്തോത്രം. ക്ഷണിക്കപ്പെട്ടവർ, അടുത്ത വാക്യം, 7ാമത്തെ വാക്യം. ക്ഷണിക്കപ്പെട്ടവർ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു.
ഒരുത്തൻ നിന്നെ കല്യാണത്തിന് വിളിച്ചാൽ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുത്തു. കണ്ടോ, കസേരകളിയാ മുഖ്യാസനങ്ങൾ. ചെന്ന് മുഖ്യാസനത്തിൽ ഇരിക്കണമെന്നാ ക്ഷണിക്കപ്പെട്ടവര് കർത്താവ് നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഹൃദയത്തിന്റെ നിലവാരം എന്താ? എനിക്ക് ഒന്നാം സ്ഥാനം, നല്ലൊരു സ്ഥാനത്തിരിക്കണം, അല്ലെ ഞാൻ എന്നെ അവരെല്ലാം ബഹുമാനിക്കണം, എല്ലാവരും എന്നെ മാനിക്കണം. ഞാൻ ആരാണ്? സ്വയത്തിന്റെ ഒരു വലിയ വ്യത്യാസം. ഞാൻ അടുത്ത കാര്യം കർത്താവ് എന്ത് പറഞ്ഞു? ഒരു ഉപമ പറഞ്ഞു. ഒരുത്തൻ നിന്നെ കല്യാണത്തിന് വിളിച്ച് മുഖ്യാസനത്തിൽ ഇരിക്കരുത്, പക്ഷേ നിന്നിലും മാനമേറിയവനെ അവൻ വിളിച്ചിരിക്കാം. പിന്നെ നിന്നെയും അവനെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് ഇടം കൊടുക്ക എന്ന് നിന്നോട് പറയുമ്പോൾ നീ നാണത്തോടെ ഒടുക്കത്തെ സ്ഥലത്ത് പോയി ഇരിക്കേണ്ടി വരും. നാണക്കേട് വരും. നീ മുഖ്യാസനത്തിരുന്നാൽ നിന്നെക്കാൾ മാനമേറിയവൻ അവൻ വിളിച്ചിട്ടുണ്ടാവും. അവൻ വരും പറയും, ഇവന് ഇടം കൊടുക്കാം. അപ്പോ ഇവൻ എഴുന്നേറ്റ് പോകേണ്ടി വരും. നടക്കട കാര്യം. വാർത്ത പൈസ നിന്നെ വിളിച്ചാൽ ഒടുക്കത്തെ സ്ഥലത്തിരിക്കുക. നിന്നെ ക്ഷണിച്ചവൻ വരുമ്പോൾ നിന്നോട് സ്നേഹിത മുമ്പോട്ട് വന്നിരിക്കുക എന്ന് പറവാൻ ഇടവരട്ടെ. അപ്പോൾ പന്തിയിലിരിക്കുന്നവരുടെ മുൻപിൽ നിനക്ക് മാനമുണ്ടാകും. അപ്പോഴാണ് നിനക്ക് മാനം വരുന്നത്. അപ്പൊ നീ മാനം ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. മനസ്സിലായോ? ഒന്നാം സ്ഥാനത്തിരുന്ന് ഞാൻ ദൈവം നിനക്ക് മാനം തന്നാലേ മാനമാകും. നമ്മളാരും നമ്മളെ തന്നെ മാനിച്ച ഒക്കുകയല്ല. അടുത്ത കാര്യം കർത്താവ് പറയുന്നത്, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തപ്പെടുന്നവൻ. പല ഭാഗങ്ങളിൽ വചനത്തില് അടിസ്ഥാനപരമായൊരു കാര്യമായിരുന്നു. മത്തായിയുടെ സുവിശേഷം നമുക്ക് നോക്കി പറയാം. 23:12 നമുക്ക് അറിയാം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 18:14 ഇത് തന്നെ കാണാൻ കഴിയും. ഒന്ന് പെട്ടെന്ന് വായിച്ചേ. തന്നെത്താൻ ഉയർത്തുന്നു. മത്തായി 23:12 ഉയർത്തപ്പെടും. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനാകണം. തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും. തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തും. ഇതാണ് അടിസ്ഥാനപരമായ തത്വം. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. നമ്മുടെ ഹൃദയത്തിലായി തോന്നും ഞാനൊട്ടും മോശമല്ല, ഞാൻ അവരെക്കാളും അതാ ഇതാ എന്നുള്ള ചിന്ത നമ്മളുണ്ട്. തന്നെത്താൻ ഉയർത്തുന്നു. അത് നമ്മുടെ ഹൃദയത്തിൽ നടക്കുന്ന കാര്യമാണ്. ഉയർത്തുകയാണെങ്കിൽ താഴ്ത്തപ്പെടും. ഇത് ഫണ്ടമെന്റലായിട്ടൊരു തത്വം. ദൈവത്തിന്റെ തന്നെത്താൻ താഴ്ത്തുന്നവരെ ദൈവം ഉയർത്തും. എന്റെ സാക്ഷ്യം പറയാറുള്ള ദൈവം ഉയർത്തി മറ്റേ മറിച്ചതെന്ന്. എന്നാൽ ദിവസത്തെ താഴ്ത്തിയോ എന്ന് അവർ ചിന്തിക്കുന്നില്ല. ദൈവം ചിലപ്പം ഉയർത്തി കാണും, പക്ഷെ ദിവസത്തെ താഴ്ത്തിയോ? തന്നെത്താൻ താഴ്ത്തുന്ന ഒരു ക്രിസ്ത്യ ജീവിതമാണ് നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളെ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല, നമ്മളെ ഉയർത്തുന്ന കാര്യമല്ല, അവിടുന്ന് മഹത്വെടുക്കുന്ന ഒരു കാര്യമല്ല. നമ്മളെ തന്നെ താഴ്ത്തുന്നെങ്കിൽ ദൈവം തത്സമയത്ത് നമ്മളെ ഉയർത്തും. തത്വമാണ്, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിന്റെ ഒരു തത്വമാണ്. അത് നമ്മുടെ ജീവിതത്തില് ഞാൻ ഒട്ടും മോശമല്ല, എൻ്റെ കഴിവും എൻ്റെ ഇതും എടുക്കും, എൻ്റെ പ്രസംഗത്തിൻ്റെ ചാതിര്യം, എൻ്റെ പാട്ടിൻ്റെ ചാതിര്യം, ഇതൊക്കെ ഒന്ന് കാണിക്കാനുള്ള തന്നെ ജീവിതം. പിന്നെ കർത്താവിനോട് പറഞ്ഞത് പറയാണ്, ഈ ക്ഷണിച്ചവനോട് ദൂത് പറയാണ്. അടുത്ത വാക്യം വായിച്ച്. ക്ഷണിച്ചവനോട് ക്ഷണിച്ചവനോട് വീണ്ടും വരാം. ക്ഷണിച്ചവനോട്
തന്നെ ക്ഷണിച്ചവനോട് അവൻ പറഞ്ഞത്, നീ ഒരു മുത്താഴമോ അത്താഴമോ കഴിക്കുമ്പോൾ സ്നേഹിതന്മാരെയും സഹോദരന്മാരെയും ചാർച്ചക്കാരെയും സമ്പത്തുള്ള അയൽക്കാരെയും വിളിക്കരുത്. അവർ നിന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് നിനക്ക് പ്രത്യുപകാരം ചെയ്യും. നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രന്മാർ, അംഗഹീനർ, മുടന്തന്മാർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കാം. എന്നാൽ നീ ഭാഗ്യവാനാകും. നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ. നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മള് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെ? ചോദ്യം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൻസർ പറയാം. അനുപ്പെട്ടില്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എല്ലാവർക്കും പറയാം. അതാ ശരി. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നൊക്കെ പറയും, പക്ഷേ നമ്മൾ തന്നെ സ്നേഹിക്കും. ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തെയാണ് ഏറ്റവും സ്നേഹിക്കേണ്ടത്. എന്നാൽ നമ്മൾ തിരിച്ചാ നമ്മളെയാണ് ഏറ്റവും സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യം കർത്താവ് ഓർമ്മിക്കുന്നത്, സ്വന്തം നീ ഒരു അത്താഴമോ മുത്താഴമോ ഒരുക്കുമ്പോൾ സ്നേഹിതന്മാരെയും സഹോദരന്മാരെയും ചാർച്ചക്കാരെയും സമ്പത്തുള്ളവരെയും വിളിക്കരുത്. കാരണം അവര് നിന്നെ അങ്ങോട്ട് വിളിച്ച് പ്രത്യുപകാരം ചെയ്യും. സ്വന്തം നീ അവരെ മാനിക്കുമ്പോൾ നിന്നെ അവർ മാനിക്കും. മനസ്സിലായോ? നീ ആ സ്നേഹം ആഗ്രഹിക്കും. എൻ്റെ കുടുംബക്കാരെയും മറ്റൊരു സ്വന്തക്കാരെയും എല്ലാം വിളിച്ചു. എന്നാൽ നീ അങ്ങോട്ട് സ്നേഹം പകരണം. എങ്ങനെയാണ്? നീ വിരുന്ന് കഴിക്കുമ്പോൾ 13-ാമത്തെ വാക്യം, ദരിദ്രന്മാർ, മൂടന്മാർ, എന്നിവരെ ക്ഷണിക്കുക. നീ ഭാഗ്യവാനാണ്. ഇതിന്റെ അർത്ഥം, നീ മറ്റുള്ളവരെ ഇതുപോലെ കരുതുവാനും സ്നേഹിക്കാനും നിനക്കിടയായിത്തീരുന്നെങ്കിൽ നീ ഭാഗ്യവാനാണ്. കാരണം അവരെ ആരും വിളിക്കാനില്ല. മുടന്തന്മാര്, അംഗഹീനര്, ചെകിടന്മാര്, അവരെ ആരും കയറിയാറില്ല. അവരെ നീ കയറിയുന്നെങ്കിൽ, നീ അവരെ ക്ഷണിക്കുന്നെങ്കിൽ, നീ അവരെ മാനിക്കുന്നെങ്കിൽ, നീ അവരെ സ്നേഹിക്കുന്നെങ്കിൽ നീ എന്ത് ചെയ്യാ? നീ ഭാഗ്യവാനാണ്. ഭാഗ്യവതി. അപ്പോ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ടുള്ളതാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. ആ സമയത്ത് നമ്മളെ അത് സ്നേഹിക്കുന്നത്, സ്വന്തക്കാരെല്ലാം വിളിക്കുമ്പോൾ നമുക്ക് പ്രതികാരം കിട്ടും, നമുക്ക് സ്നേഹം കിട്ടും. മറ്റൊരു പറയും, ഞങ്ങൾക്കൊരു കഴിവുമില്ല, ഞങ്ങളെ അദ്ദേഹം വിളിച്ചല്ലോ. ഒരു നന്ദിയിലും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്. അടുത്ത വാക്യം, നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ. അടുത്ത വാക്യം, നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് ഉണ്ടോ? ഇവിടെ കൊണ്ട് തീരുന്നില്ല. നീ അങ്ങനെ ചെയ്യുന്നെങ്കിൽ, നിന്റെ ജീവിതം അങ്ങനെയാണെങ്കിൽ, നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രത്യുപകാരമുണ്ട്. ഇവിടെ വെച്ചല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന ഇവിടെ വെച്ചാ, ഇവിടെയല്ല. പുനരുത്ഥാനത്തില് നിനക്ക് പ്രത്യുപകാരം ലഭിക്കും. അവിടെയാണ് നിനക്ക് വില കിട്ടുന്നത്. അപ്പൊ ഇവിടെ ചില ചെറിയ കാര്യങ്ങൾക്ക് പോലും ദൈവസന്നിധി ചെല്ലുമ്പോൾ വിലയുണ്ട്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അല്ല, ഇവിടെ എനിക്ക് മാനമെല്ലാം കിട്ടി, എനിക്ക് സ്നേഹമെല്ലാം കിട്ടി. നിന്നെ അറിയാത്തവരെ, ഇത് സുവിശേഷത്തിന്റെ വലിയൊരു കാര്യമാണ്. സുവിശേഷം നമ്മൾ അറിയിക്കുമ്പോൾ, മറ്റുള്ളവരോട് പറയുമ്പോൾ, അവരെ സ്നേഹിച്ചുകൊണ്ട്, ഞാൻ ഓർക്കാറുണ്ട്, ബോംബെയിൽ ഞാൻ ആദ്യം പ്രവർത്തനം ആരംഭിച്ചപ്പോൾ
ദിവസം ഞാൻ ചെന്ന് 78-ലായിരുന്നു, 1978. 78 ചെല്ലുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ല. എല്ലാം വൈഫ് എന്നുണ്ട്, വൈഫ് ജോലിക്ക് പോകും, ഞാനിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ 6 മാസം ഇരുന്ന് പ്രാർത്ഥിച്ചു. വൈകിട്ട് 5:30 മണി 6 മണിയാകുമ്പോൾ വൈഫ് വരുന്നു. അതുവരെ ഞാൻ അപ്പം ചോറൊക്കെ വെച്ചാ പോകുന്ന കഴിക്കും. ചില ദിവസം ഞാൻ ഉപവസിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, നീ ഇങ്ങനെ ഇരുന്ന ഒക്കെയല്ല, ഈ ക്വാർട്ടേഴ്സിലെല്ലാം കയറി ഇറങ്ങി സുവിശേഷം പറയാം. ഞാൻ ഒരു 5 മണി കഴിഞ്ഞ് അവിടെയെല്ലാം ഇറങ്ങി അപ്പം അവിടെ ഓരോ മുറിയിലും 10-15 പേരാണ് മലയാളികളും താമസിക്കുന്നത്. അവർക്ക് ഒരു സാമ്പത്തികമായിട്ടൊന്നുമില്ല, വളരെ ബുദ്ധിമുട്ടും ഞെരുക്കവും പ്രയാസമുള്ളവർ. അതുപോലെ എന്തെങ്കിലും ഒരു ജോലി, ചെറിയ ജോലിയൊക്കെ കിട്ടി, അന്നത്തെ കാലത്ത് ഓർക്കണം. അപ്പോൾ അവരോടെല്ലാം സുവിശേഷം ചെന്ന് പറയാനായിട്ട് ചെന്ന് അവരെ സ്നേഹിച്ചു. അപ്പം അവർക്ക് ഇതൊക്കെ കേട്ടപ്പം, സുവിശേഷം കേട്ടപ്പോൾ സന്തോഷമായ ഒരാൾ ഒന്ന് അന്വേഷിക്കാനുണ്ടല്ലോ, ഒരാൾ നമ്മുടെ സ്തോത്രം. ഞാനങ്ങനെ വിചാരിച്ചപ്പോൾ ഞങ്ങൾക്ക് വേഗം 3-4 സഹോദരന്മാർ ആദ്യമായിട്ട് മുമ്പോട്ട് വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വീട്ടിലോട്ട് വരാം. വീട്ടിൽ വന്ന് അവരെ സ്നേഹിച്ചിട്ട് ഭക്ഷണം എല്ലാം കൊടുത്തു. ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ കൂട്ടാൻ കൂടെ നോക്കും. അങ്ങനെ വന്ന് പലരും വരാനിടയായി. അങ്ങനെയാണ് സഭ ആരംഭിക്കാനിടയായത്. അപ്പം നമ്മളവരെ സ്നേഹിക്കുകയും കരുതുകയും അവരോടൊന്നിച്ച് ഭക്ഷണം കഴിക്കുകയും അവർക്ക് വേണ്ടി സ്തോത്രം നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഇന്ന് അവരൊക്കെ നല്ല നിലയിലാണ്. ഗൾഫിലാണ് പലരും, നാട്ടിൽ തിരിച്ചു വന്നവരുണ്ട്, അവർ കെട്ടിടങ്ങളൊക്കെ വെച്ചവരും വളരെ ബുദ്ധിമുട്ടവരൊക്കെ സ്തോത്രം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അത് സ്നേഹത്തിൽ നമ്മൾ ചെയ്യുന്നെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകും. നമുക്കിവിടെയല്ല അതിന് ഉപകാരം, പ്രത്യുപകാരം കേൾക്കുന്ന എവിടെയാണ്? പുനരുത്ഥാനത്തിൽ നമുക്ക് പ്രത്യുപകാരം. ഇവിടെ നമ്മൾ ആഗ്രഹിക്കേണ്ട. സ്തോത്രം. ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ അനുഭവത്തിലുള്ള കാര്യമാണ് പറഞ്ഞു. ഇവിടെ അടുത്ത വാക്ക് നമുക്ക് വായിക്കാം. അവിടെ കൂടെ പന്തിയിരുന്നവരിൽ ഒരുത്തൻ ഇത് കേട്ടിട്ട് ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് അവനോട് പറഞ്ഞു. കണ്ടോ, ഒരു പരീക്ഷ പറഞ്ഞു, ദൈവരാജ്യത്തിൽ ഇങ്ങനെയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നവൻ. അവനോട് കർത്താവ് ഒരു വെറുതെ പറഞ്ഞതാ. എന്നാൽ കർത്താവിനറിയാം ഈ രാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്ന ഭാഗ്യവാൻ. എന്നാൽ കർത്താവ് എന്ത് പറഞ്ഞു? അവനോട് അവൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ വലിയൊരു അത്താഴം ഒരുക്കി പലരെയും ക്ഷണിച്ചു. അത്താഴ സമയത്ത് അവൻ തന്റെ ദാസനെ അയച്ച് ആ ക്ഷണിച്ചവരോട്, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവീൻ എന്ന് പറയിച്ചു. എല്ലാവരും ഒരുപോലെ ഒഴിവ് കഴിവ് പറഞ്ഞു. അവിടെ ശ്രദ്ധിക്കണം. അവന് നമ്മുടെ അവിടെ നേരത്തെ വിളിക്കും. അവിടെയാണ് സ്തോത്രം. ഇസ്രായേലിൽ എങ്ങനെയായിരുന്നു? നേരത്തെ വിളിച്ചിട്ട് സമയമാകുമ്പോൾ തന്റെ ദാസന്മാരെ അയച്ച് സമയം ഇന്ന ടൈമിന് വരണം എന്ന് പറയും. അങ്ങനെ അറിയിച്ചപ്പോൾ ഇവര് ഓരോ ഒഴിവുകൾ പറയും. എന്നാ ഒഴിവുകൾ? ഇംഗ്ലീഷ് എന്നാ? ഓരോ കാരണം നേരത്തെ ക്ഷണിച്ചതാ, സമയത്ത് ദാസന്മാരെ അയച്ചു, കാര്യങ്ങൾ പറഞ്ഞപ്പോ ഓരോ എക്സ്ക്യൂസാ. ഒന്നാമത്തെ എക്സ്ക്യൂസ് അല്ല, ഞാനൊരു നിലം കണ്ടിട്ടുണ്ട്, നിലം മേടിക്കാനാ, അതൊന്ന് പോയി കാണണം. കാരണം അവന് ചില പൈസ ഒക്കെ ഉണ്ട്, കയ്യിലുണ്ട്. അതൊന്ന് പോയി കണ്ടിട്ട്
അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഈ അത്താഴത്തിന് വരുന്നില്ല. കാരണം പൈസ വന്നു കഴിഞ്ഞാൽ പിന്നെ തോന്നും ഇത് എക്സ്ക്യൂസാ. നമ്മുടെ കയ്യിൽ പൈസ കൂടുമ്പോൾ നമ്മൾ പല എക്സ്ക്യൂസും പറയും. പട്ടിണിയാണേലും അവരൊന്ന് ഓടിച്ചു തന്നെ അല്ലേ? എക്സ്ക്യൂസാ. ഓർക്കണം, നമുക്ക് ചിലവും ദൈവം സാമ്പത്തികമായ നേട്ടം തരും, പക്ഷെ നമ്മൾ എക്സ്ക്യൂസ് പറയുന്നവരായിട്ട് പലതിനാണ്. ഞാൻ അനേകം കണ്ടിട്ടുണ്ട് എക്സ്ക്യൂസ് പറയുന്നു. നോ. അടുത്ത വാക്യം മറ്റൊരു പറയാണ്, ഞാന് 5 കാള എന്ന് പറഞ്ഞാൽ 5 ജോഡി 10 കാള. ഇത് മാനത്തെ കൃഷി സംബന്ധമായ കാര്യമാണ്. മറ്റേത് ബിസിനസ്സാണ്. രണ്ടാമത്തെ 5 കാള അതിനെ പോയി ശോധന ചെയ്യാൻ പോവുക എന്ന് പറഞ്ഞാൽ അത് മേടിക്കണം, അത് കണ്ടുകൂടാനോ അല്ലെങ്കിൽ അത് ക്രയവിക്രയം ചെയ്യാനോ ഒക്കെയാണ്. അതിന് ഒന്ന് ശോധന ചെയ്യാൻ പോകണം. എന്നിട്ട് പറയാ ക്ഷമിക്കണം, സോറി, എക്സ്ക്യൂസാണ്. അപ്പം ആദ്യത്തെ കൃഷിക്കാര് എക്സ്ക്യൂസ്, രണ്ടാമത്തെ ബിസിനസ് എക്സ്ക്യൂസ്, മൂന്നാമതൊരാളാണ് ഞാൻ ഇപ്പൊ കല്യാണം കഴിച്ചുള്ളൂ, ഒരു രക്ഷയും. കാരണം അവിടെ കുടുംബ പ്രശ്നമാണ്. കല്യാണം കഴിച്ചു, ഇപ്പൊ ഇതിനൊന്നും വരാൻ നേരെ. കുറച്ച് കഴിയട്ടെ, പ്രായമാകട്ടെ. പ്രായമായിട്ട് ഞങ്ങള് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ യൗവനം കുറച്ച് ആസ്വദിക്കട്ടെ, പ്രായമായപ്പോക്കെ വരാം. പ്രായമാകുന്നവരെ നീ ജീവിക്കുന്നുള്ള ഗ്യാരണ്ടി എന്നാണ്. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു നിന്റെ യൗവനകാലത്ത് നിന്റെ സിസ്റ്റാവിനെ ഓർത്തു. എക്സ്ക്യൂസ് പറയും. ദാസൻ മടങ്ങി വന്ന യജമാനനോട് അറിയിച്ചു. അപ്പോൾ വീട്ടുടമൻ കോപിച്ചു ദാസനോട്. കോപിച്ചു. വെറുതെ പറയുന്നല്ല, യജമാനൻ കോപിച്ചു. അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം. സ്തോത്രം. എന്ത് പറഞ്ഞു? നീ വേഗം പട്ടണത്തിലെ വീതികളിലും ഇടത്തെരുവുകളിലും വീതികളില് ഇടത്തെരുവില് ദരിദ്രന്മാർ, അംഗഹീനർ, കുരുടന്മാർ, കുടത്തന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ട്. ഈ ലിസ്റ്റിൽ പെടും നമ്മളെല്ലാവരും. ദരിദ്രന്മാർ, കുടന്മാർ, അംഗഹീനന്മാർ. കൃപയാലാണ് നമ്മളെ ഈ അത്താഴത്തെ വിളിച്ചെന്നോ? നമ്മുടെ യോഗ്യത കൊണ്ടാണോ? ഒരു യോഗ്യതയും കൊണ്ടല്ല. നമ്മളെ വിളിക്കാൻ നമ്മൾ യാതൊരു യോഗ്യത. മറ്റൊരു നാലേ തോത്രം. അടുത്ത വാക്യം. പിന്നെ ദാസൻ യജമാനനെ കൽപ്പിച്ചതുപോലെ ചെയ്തിരിക്കുന്നു, ഇനിയും സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. പിന്നെയും സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. കാരണം വലിയ ഒരത്താഴം വിളിക്കുന്നു. ബാക്കി വായിച്ചേ. യജമാനൻ ദാസനോട്, നീ പെരുവഴികളിലും വേലികൾക്കരികെയും പോയി എന്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്തു വരുവാൻ നിർബന്ധിക്കാം. ക്ഷണിച്ച പുരുഷന്മാർ ആരും എന്റെ അത്താഴം ആസ്വദിക്കില്ല. ക്ഷണിച്ച പുരുഷന്മാര് ആദ്യം പറഞ്ഞ 3 പേര്, അവരാരും എന്റെ അത്താഴം ആസ്വദിക്കയില്ല. ഇത് വെറുതെയുള്ള കാര്യമില്ല. കർത്താവ് പറയാണ്. സ്തോത്രം. ക്ഷണിച്ച പുരുഷന്മാരാരും എന്റെ അത്താഴം ആസ്വദിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. എന്താ ഈ അത്താഴം? വെളിപ്പാട് പുസ്തകം 3:20 വായിച്ചോ. Revelation chapter 3
Verse 20. ഞാൻ വാതിൽക്കൽ മുട്ടുന്നു. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇന്ന് നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുക. എനിക്ക് വേണ്ടി തോന്നരുക മോനെ, മോളെ, എനിക്ക് വേണ്ടി തുറന്നു തരിക. സ്തോത്രം. ഒന്നുകൂടെ ആ വാക്യം വായിക്കാം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. കാരണം അത്താഴം ഒരുക്കി വെച്ചിട്ടാ ഈ ഫീസ്റ്റാ. ആ കർത്താവിന്റെ ക്ഷണമാണിത്. സ്തോത്രം. ആരെങ്കിലും ശബ്ദം കേട്ടാൽ, അപ്പം നമ്മുടെ ദൈവത്തിന്റെ വചനം കേട്ടിട്ട് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തിയിട്ട് ഈ അത്താഴത്തിൽ പങ്കെടുക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അതിന് അത്താഴം ഒരുക്കി വെച്ചിരിക്കുക. എന്നാൽ ഈ വിളിച്ചവരാരും അത്താഴം ആസ്വദിക്കയില്ല. ഈ അത്താഴം ആസ്വദിക്കാൻ എന്നെ നിങ്ങളെ വിളിച്ച വിളി എത്രയോ ഉന്നതമാണെന്ന് ഓർക്കണം. നമ്മുടെ യോഗ്യത കൊണ്ടാണോ? അല്ല. നമ്മുടെ ക്വാളിഫിക്കേഷൻ കൊണ്ടല്ല. നമ്മുടെ യാതൊരു കൊണ്ടല്ല. കൃപയാൽ. കാരണം നമ്മൾ മെനക്കെട്ടുന്നവരാ. വിളിച്ചവരാരും അനുഭവിക്കുന്നില്ല. ഇത് യഹൂദന്മാരെയും ജാതികളായ നമ്മളെയും തമ്മിലുള്ള കാര്യമാണ് പറയുന്നത്. മറ്റൊരൊക്കെ യഹൂദന്മാരായിരുന്നു. യഹൂദന്മാരോട് സംസാരിക്കുന്നത്. എന്നാൽ ജാതികളായ നമുക്ക് കൃപയാൽ ഈ അത്താഴത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണം ലഭിച്ചു. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. എന്റെ വില മനസ്സിലാക്കുമ്പോഴാണ്. എനിക്കും നിങ്ങൾക്കും ജാതികളായ നമുക്ക് ഈ അത്താഴത്തിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം. നമ്മളെ എത്രമാത്രം കർത്താവ് സ്നേഹിച്ചു. നമ്മൾ സ്നേഹിച്ചതല്ല, നമ്മളെ കർത്താവ് സ്നേഹിച്ചതാണ്. കർത്താവ് നമ്മളെ സ്നേഹിച്ചോണ്ടാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ കർത്താവ് ഞാനല്ല, എന്നെയും നിങ്ങളെയും ആദ്യമായിട്ട് അവൻ സ്നേഹിച്ചു. ഓ സ്തോത്രം, സ്തോത്രം. ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മളെ തിരഞ്ഞെടുത്തു, നമ്മളെ സ്നേഹിച്ചു. നല്ലൊരു നിത്യമായ സ്നേഹം കൊണ്ട് നമ്മളെ സ്നേഹിച്ചു. കാൺമീൻ, നമ്മൾ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവിന്റെ വലിയ സ്നേഹം അങ്ങനെ തന്നെയാണ്. അപ്പൊ പിതാവ് നമ്മളെ സ്നേഹിച്ച സ്നേഹം എത്രയോ ആഴമേറിയതാണ്. അതുകൊണ്ടാണ് നമ്മളെ ഈ അത്താഴത്തിന് വിളിച്ചത്. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. അടുത്ത വാക്യം അല്ല, സ്തോത്രം. ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എന്റെ ശിഷ്യനാകാൻ കഴിയുകയില്ല. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഏറിയ പുരുഷാരത്തോട് കർത്താവ് ഇവരോട് മാത്രമല്ല, ഏറിയ പുരുഷാരം തന്നെ പിൻപറ്റിയപ്പോൾ കർത്താവ് ഉള്ള കാര്യം പറഞ്ഞു. ഇത് ചില കട്ടിയാണെന്ന് തോന്നുന്നു, അല്ലേ? അല്ലേ? അപ്പനെയും അമ്മയും നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നത് അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയൊക്കെയാണ്. മക്കളെയും കൊച്ചുമക്കളെയൊക്കെയാണ് സ്നേഹിക്കുന്നത്. ഞാനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നീ എന്നോട് തന്നെ ചോദിച്ചു, നീ മക്കളെയും കൊച്ചുമക്കളെയാണ് സ്നേഹിക്കുന്നത്, കർത്താവിനെയാണ് സ്നേഹിക്കുന്നത്? എന്നോട് തന്നെ നമ്മൾ കൊച്ചുമക്കളെയൊക്കെ എടുത്ത് താലോലിക്കൊക്കെ ചെയ്യുമ്പോൾ അല്ലേ, മക്കളെ വലിയ കാര്യമായി നമുക്കല്ലേ. എന്നാൽ ഈ കാര്യം ദൈവ കർത്താവിനോടുണ്ടോ? എന്നോട് തന്നെ ദൈവം ചോദിച്ചു. ഈ മക്കളൊക്കെ നിന്റെ ദാനങ്ങളാണ്. ഭാര്യ നിന്റെ ദാനം,
ഞാനും നിന്റെ ദാനം, കൊച്ചുമക്കൾ നിന്റെ ദാനം. പക്ഷെ നീയാണ് ഞങ്ങളുടെ ദാതാവ്. നീ തന്നിട്ടേ ഉള്ളൂ. അപ്പൊ അവനെയാണ് കൂടുതൽ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അപ്പനെയും അമ്മയും സഹോദരനെയും സൗകര്യമൊക്കെ എന്ത് ചെയ്യണം? പകയ്ക്കണമെന്നാണ്. പകയ്ക്കണം. അയ്യോ, ഇത് വലിയ കട്ടിയാണല്ലോ. അപ്പനെ അമ്മയും പകയ്ക്കുക, വെറുക്കണം. അർത്ഥമുണ്ട്, വെറുതെ അല്ല. അടുത്ത വാക്യം. സ്വന്തം ജീവനെയും പകയ്ക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽഫ് ഏറ്റവും സ്നേഹം നമ്മളോട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെയാണ് ഏറ്റവും സ്നേഹിക്കുന്നത്. അതല്ല ഇമ്പോർട്ടന്റ്, കർത്താവിനെയാണ് സ്നേഹിക്കുന്നത്. ഈ അപ്പനെ അമ്മയേക്കാൾ കൂടുതൽ സ്നേഹിക്കേണ്ട കർത്താവിനെയാണ്. അവരെ സ്നേഹിക്കരുതെന്നല്ല എൻ്റെ അർത്ഥം. അവരെ സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യണം. പക്ഷേ നമ്മൾ കർത്താവിനെ ആയിരിക്കണം കൂടുതൽ സ്നേഹിക്കേണ്ടത്. അതാണ് എൻ്റെ അർത്ഥം. നന്ദിയോട് സ്തോത്രം. അടുത്ത വാക്യം. എന്ന് ക്രൂശെടുത്തോട്ടെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹിതം അറിഞ്ഞ് അവന്റെ പിന്നാലെ ചെല്ലണം. നമ്മുടെ ഇഷ്ടമായിപ്പോഴും നമ്മൾ നോക്കുന്നു. നമ്മൾ അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റേ ചെയ്യണം. നമ്മൾ പല നിർദ്ദേശങ്ങൾ കൊടുക്കും. പക്ഷെ നമ്മുടെ ഇഷ്ടമാണ് സാധിക്കേണ്ടത്, ആഗ്രഹിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഞാൻ ചോദിക്കേണ്ടത് നിന്റെ ഹിതമാണോ? ഞാൻ കാനഡയ്ക്ക് വരുമ്പോൾ ഒക്കെ ഞാൻ കർത്താവോട് ചോദിക്കും, കർത്താവേ നിന്റെ ഇതാണ്, എന്നെ അങ്ങോട്ട് അയച്ചാൽ മതി. അല്ലേ പോട്ടെ, ഇങ്ങോട്ട് പോയില്ല, എനിക്ക് പോട്ടെ. നിന്റെ ഇതാണ്, എന്നെ അയച്ചാൽ മതി, അല്ലെ അയക്കണ്ട. അപ്പൊ എനിക്ക് നിന്റെ ഇതാണ് അയച്ചാൽ മതി, അല്ലെങ്കിൽ എനിക്ക് വിസ പോലും വേണ്ട. നിന്റെ ഇതാണ് മതി. നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കണം ദൈവത്തോട്. നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടമാണ്. അപ്പം ദൈവഹിതമാണെങ്കിൽ നമ്മൾ അറിയിക്കും. ഇല്ല, വേണ്ട, നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. സ്വന്തം. അടുത്ത വാക്യം വായിച്ചു. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വക ഉണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി, തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കും. അവിടെ പലസ്തീനിൽ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു വീട് തീർക്കുമ്പോൾ അതിന് മുമ്പായിട്ടൊരു ഗോപുരം പണി. സാമ്പത്തികമുള്ളവർ ഗോപുരം പണി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറകിൽ വീടുണ്ട്. അപ്പം ഇവിടെ പറയാണ്, നീ ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് എന്ത് ചെയ്തു? നീ അത് തീർപ്പാൻ പോയതുകൊണ്ട് കണക്ക് നോക്കും. കണക്ക് നോക്കും. അടുത്ത വാക്യം. കണക്ക് നോക്കിട്ട് എന്ത് ചെയ്തു? അല്ലെങ്കിൽ നീ അടിസ്ഥാനമൊക്കെ ഇട്ട ശേഷം. നമ്മുടെ പല വീടുകളൊന്നും കണ്ടിട്ടുണ്ട് അല്ലേ? അടിസ്ഥാനമൊക്കെ ഇട്ടിട്ട് പിന്നെ പണിയൊന്നും നടക്കാത്ത. അപ്പൊ എന്ത് ചെയ്യും? പറയും പകയില്ല എന്നേക്കാം. കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി, തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കും. ഇതെന്താ മോൾ പറഞ്ഞ ഇതുമായിട്ട് ബന്ധം? പിന്നെ അല്പസ്വല്പം പൈസ കയ്യിലുണ്ട്, അത് കുറച്ചൊക്കെ പണിയാനായിട്ടുണ്ട്. അത് പണി തുടങ്ങിയെന്നിരിക്കട്ടെ, അത് തീർപ്പാനായിട്ട് വക കാണുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാ അടുത്ത ഭാഗം കൂടെ വായിക്കുമ്പോൾ ഞാൻ പറയാം. എന്ത് ചെയ്യണം? ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് 20,000 വരുന്നവരോട് താൻ 10,000 എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലേ? ഒരു രാജാവ് പടയേൽപ്പാൻ പുറപ്പെടുമ്പോൾ ഒരുത്തിനെതിരായിട്ട് വരുന്നത് 20,000 പേരാ. എൻ്റെ കയ്യിൽ എത്ര പേരുണ്ട്? 10,000. മറ്റേ 20,000. എൻ്റെ കയ്യിൽ എത്രയുണ്ട്? 10,000. അങ്ങനെ ചെയ്യാൻ പോയാ ഞാൻ പരാജയപ്പെടും അല്ലേ? സ്തോത്രം. വായിച്ച് എന്നിട്ട് എന്ത് ചെയ്തു? ഓരെന്ന് വരികിൽ
ആ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാധിപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. സമാധാനം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണെന്നറിയോ? ആദ്യം പറഞ്ഞ കാര്യം തീർപ്പാൻ വകയില്ല. നമ്മള് പല കാര്യങ്ങൾ ആലോചിക്കുന്ന അങ്ങനെ എങ്ങനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ട കർത്താവിനെയാണ്. നമ്മൾ സ്വയത്തിലാണ് പലപ്പോഴും ആശ്രയിക്കുന്നത്. അതുകൊണ്ടാണ് പല കാര്യങ്ങൾ നടക്കാത്തത്. കർത്താവിനെ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ അങ്ങോട്ട് ഏൽപ്പിക്കും. എനിക്ക് കഴിവില്ല കർത്താവേ, എനിക്ക് കഴിവില്ല, ഹൃദയംഗമായി. ഇവിടെ 20,000 വരുന്നതിനോട് 10,000 മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതുകൊണ്ട് യുദ്ധത്തിന് പോകാൻ എനിക്ക് ഒക്കത്തില്ല, അതുകൊണ്ട് എനിക്ക് കഴിവില്ല എന്ന് സ്വയം സമ്മതിച്ച് നമ്മുടെ കഴിവുകൊണ്ടൊന്നും നടക്കരുത്. നമ്മുടെ ചിന്തയിൽ പലപ്പോഴും നമുക്ക് കഴിവുണ്ടെന്ന് തോന്നും. ഇന്ന കൊണ്ട് സാധിക്കാം. നോ, അങ്ങനെയല്ല. എനിക്ക് കഴിവില്ല കർത്താവെ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. കാരണം കർത്താവിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മൾ ഒരു ആശ്രയ ജീവിതം ഉണ്ടാവും. അതുകൊണ്ട് പറയാണ് അടുത്ത വാക്യം. അങ്ങനെ 23 അങ്ങനെ തനിക്കുള്ളതൊക്കെ ഉള്ളതും കൂടെ വിട്ടുപിരിയണം. അതാണ് നമുക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുന്ന പോലും വിട്ടുപിരിയണം. അങ്ങനെയെങ്കിലേ അവർക്ക് മാത്രമേ എന്റെ ശിഷ്യനായിപ്പെടാൻ കഴിയൂ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന പോലും വിട്ടുപിരിയണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവോ നമ്മുടെ സാമർഥ്യമോ നമ്മുടെ ബുദ്ധിപരമായ കാര്യങ്ങളോ ഒക്കെ നമുക്ക് വിചാരിക്കാം. എന്നാൽ അതും വിട്ടുപിരിഞ്ഞ് കർത്താവേ നിനക്കൊണ്ട് മാത്രമേ കഴിയുള്ളൂ എന്ന ഒരു വിട്ടുപിരിയുന്ന ഒരവസ്ഥ എങ്കില് അങ്ങനെയുള്ളവർക്ക് തന്റെ ശിഷ്യനായിരിക്കാൻ കഴിയും. അപ്പോൾ ശിഷ്യത്വത്തിലേക്ക് നടക്കുമ്പോൾ നമ്മൾ കൂടുതൽ കർത്താവിനെ സ്നേഹിക്കണം, കർത്താവിനെ ആശ്രയിക്കണം. നമ്മൾ എപ്പോഴും കർത്താവിനെ ആശ്രയിക്കുന്നവരായിരിക്കണം. കർത്താവ് പറയുന്നത് കേൾക്കുവാൻ ആഗ്രഹിക്കണം. അതാണ് ഇവിടെ ഈ ഉപമ കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. അടുത്ത വാക്യം കൂടെ ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോന്നും കൊണ്ട് അതിന്റെ രസം വരും. ഉപ്പിന്റെ അകത്തുള്ളത് എന്നാ? എന്റെ കാര സ്വഭാവം അല്ലേ? ഉപ്പ് നല്ല ടേസ്റ്റാ അല്ലേ? കറിക്ക് ഉപ്പില്ലേ ഒക്കെയില്ല അല്ലേ? കൂടിപ്പോയാലും കുഴപ്പമാണ്, കുറഞ്ഞു പോയാലും കുഴപ്പമാണ്. അതിന്റെ കാര സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ പറയും ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തെന്നുണ്ട്? മത്തായിക്ക് ശേഷം 5:13 വാക്യം ഇപ്രകാരമുണ്ട്. മാത്യു chapter 5:13. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അപ്പം കർത്താവ് പറയാൻ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ആ ഉപ്പ് കാരമില്ലാന്ന് പറഞ്ഞാൽ അറിയാം. കാരം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ദിവ്യ സ്വഭാവം. നമുക്ക് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ജീവിക്കുമ്പോൾ നിങ്ങൾ ദിവ്യ സ്വഭാവമുള്ളവരായി തീരണം. ഉപ്പ് കാലമില്ലാതെ പോയാൽ എന്തോന്നുണ്ട് രസം വരും. കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ നമുക്ക് ഉപ്പുള്ളവരായി എന്ന് പറഞ്ഞാൽ ദിവ്യ സ്വഭാവമുള്ളവരായി തീരുവാൻ തക്കവണ്ണമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതാണ് ശിഷ്യത്വത്തിന്റെ ഒരു പടി, ഡിവൈൻ നേച്ചർ. ഇത് പ്രാപിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. കർത്താവെ എനിക്ക് ആ ദിവ്യ സ്വഭാവത്തിലാണ്. നമ്മൾ പ്രാർത്ഥന പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നു. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. വ്യക്തമായ അനേക കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കാനും മീനിങ് ഫുൾ ആയിരിക്കണം. സ്തോത്രം. കർത്താവേ
എനിക്ക് അതീവ സ്വഭാവം തരണം. എനിക്ക് കർത്താവേ കോപത്തിൽ നിന്ന് വിടുതൽ തരണം. എനിക്ക് ദേഷ്യത്തിൽ വിടുതൽ തരണം. എനിക്ക് അസൂയയിൽ നിന്ന് വിടുതൽ തരണം. എനിക്ക് പെറുവെപ്പിൽ നിന്ന് വിടുതൽ തരണം. എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? എനിക്ക് അത് വേണം, ഇത് വേണം, മറ്റേ വേണം. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ദിവ്യ സ്വഭാവത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. തരാൻ ദൈവം വിശ്വസ്തനാണ്. സ്വന്തം ദേഷ്യം, അസൂയ, പിണക്കം, ഒയ്യോ, പിള്ളേരോടൊക്കെ ഭയങ്കര ദേഷ്യം വരും അല്ലേ? നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടോ? എൻ്റെ ദേഷ്യത്തിൽ നിന്നും കോപത്തിൽ നിന്നൊക്കെ എനിക്ക് വിടുതരണം. എനിക്ക് താഴ്മ വേണം, എനിക്ക് വിനയം വേണം, എനിക്ക് സ്നേഹം വേണം. എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? ഈ ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തുകൊണ്ട് രസം വരുത്തും. മാത്രമല്ല അത് വളത്തിന് നിലത്തിനും കൊള്ളുന്നതല്ല, ഒന്നിനും കൊള്ളുന്നതല്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദിവ്യ സ്വഭാവം ഇല്ലെങ്കിൽ നമ്മളെ കുറിച്ച് ഒരു ഗുണം വരില്ല. കേൾപ്പാൻ ചെയ്യുള്ളവൻ കേൾക്കട്ടെ. ഈ രാത്രികാലവും കേൾപ്പാൻ ആഗ്രഹിക്കുന്നവർ കേൾക്കട്ടെ. അവരുടെ ജീവിതത്തിൽ രൂപാന്തരം വരട്ടെ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പാട്ടുണ്ട്.